ഹായ് മക്കളെ, നമസ്കാരം. നിങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മോഡൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള ആ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസിലേക്ക്, ഏത് കേരള പാഠാവലി മലയാളം ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള 14 ചാപ്റ്ററുകളിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതാ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നു. സെറ്റാക്കിക്കൊള്ളുക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? ആദ്യത്തെ ചോദ്യം, ഒരു വെൺലില്ലിപ്പൂവിൻ ശോണരേഖകൾ പോലെ തിരുശോണിതം വാർന്ന പാടുകളുടലാകെ. ഒരു വെൺലില്ലിപ്പൂവിൻ ശോണരേഖകൾ പോലെ തിരുശോണിതം വാർന്ന പാടുകളുടലാകെ. ഏതായിരുന്നു പാഠം? മൈക്കൽ ആഞ്ചലോ മാപ്പ്. വരികളിലെ സദൃശ കൽപ്പനയുടെ ഭംഗി കണ്ടെത്തി എഴുതുക. ഇതിനകത്തുള്ള സദൃശ കൽപ്പന എന്താണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമുക്ക് ഉത്തരം എഴുതണം. ഉത്തരം സെറ്റാക്കിക്കൊള്ളണം. ഇന്ന് രാത്രി നടക്കുന്ന ലൈവിനകത്ത് ഇതിൻ്റെ ഉത്തരം എന്ത് ചെയ്യുന്നുണ്ട്? പരാമർശിക്കുന്നുണ്ട്. എല്ലാവരും എന്ത് ചെയ്തോളുക? അതിലേക്ക് എത്തിച്ചേരുക. ദെൻ നെക്സ്റ്റ്, ഭർത്താവിൻ്റെ ഇരിപ്പിടത്തിൽ എക്കാലത്തേക്കുമായി താൻ ഉറഞ്ഞു പോകുന്നതായി ജൂലിയാന അറിഞ്ഞു. ഈ വാക്യത്തിൽ നിന്ന് ലഭ്യമാകുന്ന സൂചനകൾ എന്തെല്ലാം? കഥാസന്ദർഭം മുൻനിർത്തി കുറിക്കുക. ഭർത്താവിൻ്റെ ഇരിപ്പിടത്തിൽ എക്കാലത്തേക്കുമായി താൻ ഉറഞ്ഞു പോകുന്നതായി ജൂലിയാന അറിഞ്ഞു. ഏതായിരുന്നു പാഠം? ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ. ഈ വാക്യത്തിൽ നിന്ന് ലഭ്യമാകുന്ന സൂചനകൾ ഏത് അർത്ഥത്തിലേക്കാണ് ഈ വാക്യം നമ്മളെ കൊണ്ടുപോകുന്നത്? ഉത്തരം സെറ്റാക്കിക്കൊള്ളുക. പരീക്ഷയ്ക്ക് ഈ ചോദ്യം എന്ത് ചെയ്യാം? നമുക്ക് ചോദ്യപേപ്പറിൽ കാണാം. ഉത്തരം അറിയാൻ വേണ്ടി രാത്രി ലൈവ് ക്ലാസ്സിൽ എന്ത് ചെയ്യുക? എത്തിച്ചേരുക. ദെൻ നെക്സ്റ്റ്, കവിതയിൽ അശ്വഹൃദയജ്ഞനായ പൂർവികർ സർഗശക്തിയെ വീണ്ടെടുക്കുന്നു. ആരിൽ നിന്നൊക്കെയാണ് അവർ സർഗശക്തിയായ കുതിരയെ വീണ്ടെടുത്തത്? കണ്ടെത്തി എഴുതുക. അശ്വമേധം എന്ന പാഠഭാഗത്ത് അശ്വഹൃദയജ്ഞനായ പൂർവികർ സർഗശക്തിയെ വീണ്ടെടുക്കുന്നു. ആരിൽ നിന്നൊക്കെയാണ് അവർ സർഗശക്തിയായ കുതിരയെ വീണ്ടെടുത്തത്? കണ്ടെത്തി എഴുതുക. കൃത്യമായിട്ടുള്ള ഉത്തരം എന്ത് ചെയ്യുക? പ്ലാൻ ചെയ്ത് റെഡിയാക്കിയിരുന്നോളുക. ദെൻ നെക്സ്റ്റ്, എനിക്കപ്പോൾ സഹതാപവും തുടർന്നുകൊണ്ട് ഉള്ളിൽ ചിരിയും വന്നു. ഒരേ സമയം ആ മാന്യനെ കണ്ടപ്പോൾ ലേഖകന് സഹതാപവും ചിരിയും വരാൻ കാരണമെന്ത്? വിശദീകരിക്കുക. ഞാൻ കഥാകാരനായ കഥയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. സെറ്റാക്കിക്കൊള്ളുക. 4 മാർക്കിൻ്റെ ഉത്തരമായിരിക്കും. ദെൻ നെക്സ്റ്റ്, ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് ഞാൻ നേടിടുമെന്ന് ചങ്ങമ്പുഴ പാടുകയുണ്ടായി. എന്താ പാടിയത്? ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് ഞാൻ നേടിടും എന്ന് ചങ്ങമ്പുഴ പാടുകയുണ്ടായി. ഈ വരികളുടെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരൺകുമാർ ലിംബാളയുടെ ജീവിതം ഈ ഒരു പരാമർശവുമായിട്ട് യോജിച്ച് നിൽക്കുന്നതാണോ എന്ന് പരിശോധിക്കുക. ഉദാഹരണ സഹിതം എന്ത് ചെയ്യുക? സമർത്ഥിക്കുക. ഉത്തരത്തിൻ്റെ മാതൃക കാണാൻ വൈകുന്നേരം രാത്രി 8 മണിക്കുള്ള ലൈവ് ക്ലാസ്സിലേക്ക് എത്തിച്ചേരുക. 6 മണിക്കുള്ള ലൈവ് ക്ലാസ്സിലേക്ക് എത്തിച്ചേരുക. നീ എൻ്റെ ഹൃദയത്തിനകത്താണോ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന വിസ്മയത്തോടെ ദസ്തയേവ്സ്കി അന്നയുടെ കണ്ണുകളിലേക്ക് നോക്കി. ദസ്തയേവ്സ്കി അന്നയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാനിടയായ സാഹചര്യം എന്താണ്? ദസ്തയേവ്സ്കി മനസ്സിൽ കരുതിയ എന്തെല്ലാമോ ചില കാര്യങ്ങൾ ദസ്തയേവ്സ്കി പറയുന്നതിന് മുന്നേ തന്നെ ആര് പറയുണ്ടായി? അന്ന പറയുണ്ടായി. അതെന്തായിരുന്നു കാരണം? അതെന്തായിരുന്നു കാര്യങ്ങൾ? അത് പാഠഭാഗത്ത് കൃത്യമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. ഉത്തരങ്ങൾ വൈകുന്നേരം 6 മണിക്കുള്ള ലൈവ് ക്ലാസ്സിനകത്ത് പറയുന്നു. സെറ്റാക്കിക്കൊള്ളുക. വിഷത്തേക്കാൾ വർജ്യമാകും നരചിത്തം ദുഷിക്കുകിൽ യുദ്ധത്തിൻ്റെ പരിണാമം. ഈ വരികളിൽ തെളിയുന്ന ആശയം പാഠഭാഗത്ത് ഉചിതമായ ഒരു സന്ദർഭവുമായി ബന്ധിപ്പിച്ച് കുറിപ്പ് തയ്യാറാക്കുക. വിഷത്തേക്കാൾ വർജ്യമാകും നരചിത്തം. മനുഷ്യൻ്റെ മനസ്സ് വിഷത്തിനേക്കാളും എന്തായും വിഷത്തിൻ്റെ ഫലം ചെയ്യുന്നതാണ്. ആ സന്ദർഭം പറയാൻ ഇടയായത് ആരെക്കുറിച്ചാണ്? അശ്വത്ഥാമാവിനെ കുറിച്ചാണ്. അശ്വത്ഥാമാവിനെ കുറിച്ച് അങ്ങനെ പറയാനുള്ള സാഹചര്യം എന്തായിരുന്നു? ഉത്തരം നമുക്ക് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. പരീക്ഷൻ്റെ മുന്നേ സെറ്റാക്കി വെക്കേണ്ടതുണ്ട്. എല്ലാ മക്കളും വൈകുന്നേരം 6 മണിൻ്റെ ലൈവ് ക്ലാസ്സിലേക്ക് എത്തിച്ചേരുക. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എന്ത് ചെയ്യുക? സെറ്റാക്കിക്കൊള്ളുക. ഓക്കെ, താങ്ക് യു.